സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നിലമ്പൂർ പ്രകൃതി രമണി എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായ പ്രകൃതി രമണിയാണ്. കമ്പനി ഉണ്ട്, ബെസ്റ്റ്. നമുക്കൊന്ന് കയറി നോക്കിയാലോ? ഇതേ ഷംസി, നമ്മൾ കൊച്ചിലെയൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഷംസിക്ക് അത്രയും ഇതുണ്ടോയെന്നറിയില്ല. എൻ്റെ കൊച്ചിലെയൊക്കെ വീട്ടിലൊക്കെ ഓടായിരുന്നു. അന്നേരം ഈ ഓടിൻ്റെ കളർ ഇതല്ല നമ്മളെ വീട്ടിൽ വെക്കുന്നത്, ഇത് ചെമ്മണ്ണിൻ്റെ കളറാണ്. ചുമന്ന ഓടുണ്ട്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ വലിയ രസമുള്ള കാഴ്ചയാണ്. യാദൃശ്ചികമായിട്ടാണ് നിലമ്പൂരിൽ ഒരു ഓട്ട് കമ്പനിയിൽ എത്തുന്നത്. ഫറോക്കുകാരനാണ്. അവിടെ ഒരുപാട് ഓട്ട് കമ്പനി ഉണ്ട്. ഈ ഓട്ട് കമ്പനിയിൽ ഇതിൻ്റെ പ്രോസസ്സാണ് ഏറ്റവും രസകരം. പ്രോസസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഷംസി, ഓട് നിർമ്മാണം എന്ന് പറയുന്നത് ചെറിയ കളിയല്ല. ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പായപ്പോൾ എങ്ങനെ ഇറങ്ങിയതായിരുന്നു? ജോലി കഴിയാറായല്ലേ? കഴിയാറായി തുടങ്ങി. ആര് തമ്മിലാന്ന് ചോദിച്ചാൽ ബാപ്പുട്ടിക്കാണ് ഇപ്രാവശ്യം മുൻതൂക്കം. പിന്നെ അട്ടിമറികളും സംഭവിക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. നമ്മൾ യു ഡി എഫ് ആരാണോ? നമ്മുടെ യു ഡി എഫ് പറയാനൊരു മടി. നിങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ചയാകുന്നുണ്ടോ? വന്യമൃഗ പ്രശ്നം ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. വന്യമൃഗം അതുതന്നെയാണ് മെയിനായിട്ടുള്ള മലയോര മേഖലയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം. എന്നും മൃഗങ്ങൾ ആക്രമണത്തിൽ കുറേ ആളുകൾ മരണപ്പെടുന്നുണ്ട്. കൃഷിനാശം സംഭവിക്കുന്നുണ്ട്. നല്ല കടുപ്പമേറിയ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് അവരുടെ വോട്ട് വിശേഷം കൂടെ ഒന്ന് ചോദിക്കാം അല്ലേ? ഇവിടെ കടുപ്പമേറിയ മത്സരമാണ്. മൊത്തത്തിൽ ഇവിടെ യു ഡി എഫിനൊരു പിന്തോക്കായിട്ട് കാണുന്നുണ്ട്. യു ഡി എഫ് ജയിക്കുന്നതാണ്. യു ഡി എഫ് ജയിക്കും. ഇത്തവണ ബാപ്പുട്ടി ചാമ്പും. തെരഞ്ഞെടുപ്പൊക്കെ ചർച്ചയാവുന്നുണ്ടോ അതിനിടയിൽ, ജോലി തിരക്കിനിടയിൽ? തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം ജയിക്കുന്നില്ല, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു മത്സരം. നല്ല ചൂടുള്ള മത്സരം. സ്വരാജ് കുഴപ്പമൊന്നുമില്ല. സ്വരാജിനെ ഞാനിപ്പോൾ എൻ്റെ രീതിയിൽ അറിവിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ വ്യക്തിയെ കാണുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ? ഭയങ്കര ആവേശകരമായ. ഇവിടെ ആർക്കാണ് സാധ്യത? സ്വരാജനല്ല, സ്വരാജിനാണ്. കേരളം തന്നെ ഉറ്റുനോക്കണ പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു ചൂട് ഈ വോട്ട് കമ്പനിക്കുള്ളിലും കൂടെ ഉണ്ടോ? ഈ ചൂടക്കിടയിൽ എല്ലായിടത്തും ഉണ്ട്. ആവേശത്തിനിടയിൽ ആർക്കാണ് സാധ്യത കാണുന്നത്? സാധ്യത 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചാണ്. കാരണം നമ്പർ കൂടെ വന്നതുകൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് കടുത്തതല്ലേ? അതുകൊണ്ട് സംഭവം 2 പാർട്ടിയിൽ നിന്നും വോട്ടുകൾ അൻവറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരു തൻ്റെ ഉള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക് അൻവറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഷംസി, നമ്മൾ ചോദിക്കുന്നവരെല്ലാം കടുത്ത പോരാട്ടമാണെന്നാണ് പറയുന്നത്. നമ്മൾ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താ തോന്നുന്നു, എങ്ങനെയുണ്ട് ഇവിടെ മൊത്തത്തിൽ കളം? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു 9 വർഷത്തെ കാലാവധി, അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അൻവർ എന്തെങ്കിലും തരത്തിൽ ഈ ഇടതുമുന്നണിയുടെ വോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നായിരുന്നു. അൻവർ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇവിടെ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയാൾക്ക് ചിഹ്നം കൊടുത്തത് പോലും ഈ കത്രികയ്ക്ക് പകരം ഓന്തിൻ്റെ ചിഹ്നം കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഷംസി, സത്യത്തിലേ എനിക്കൊരു ഓട് മറ്റേ ആ മെഷീനിൽ വെച്ചിട്ടൊന്ന് ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു, പുള്ളി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ഇപ്പോൾ കാണുന്നില്ല. ഈ നിലമ്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് മനുഷ്യനോട് സംസാരിച്ചാലും എല്ലാ മനുഷ്യന്മാർക്കും രാഷ്ട്രീയമുണ്ട്. ഇവിടെ തന്നെ സംസാരിച്ചപ്പോൾ കണ്ടില്ല, ഓരോരുത്തരും കൃത്യമായി ആര് ജയിക്കും, എന്തുകൊണ്ട് ജയിക്കും, എന്തിനു ജയിക്കണം. അതെ, ഇത് ആര് ജയിക്കും എന്ന് പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് ജയിക്കും എന്നുള്ള വാചകമുണ്ട്. എന്തായാലും നമുക്ക് മഴയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ബുള്ളറ്റ് പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് നാളെ വേറെ സ്ഥലത്ത് എവിടെയാന്നുള്ളത് നമുക്ക് നാളെ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നോക്കാം എവിടെയെങ്കിലൊക്കെ. നിലമ്പൂർ കണ്ടത് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളിലായാലും. അപ്പോൾ നാളെ വീണ്ടും കാണാം.